കടപ്പുറത്തെ കൽമണ്ഡപത്തിൽ ഇരിക്കുമ്പോഴേ ഞാനവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ കടപ്പുറമെല്ലാം ഇങ്ങനെ ഓടി നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് അവസാനം ഞാനിരിക്കുന്ന ഭാഗത്ത് വന്നു. ആ സമയത്താണ് ഒരു കാക്കയുടെ കയ്യിൽ നിന്ന് ഒരു ഉണക്കമീൻ തറയിൽ വീഴുന്നത്. ഇവരെല്ലാവരും കൂടെ ഉളഞ്ഞ് ആ ഉണക്കമീൻ കഴിക്കാനുള്ള ശ്രമത്തിൽ കാക്കയുടെ കൊത്ത അത്രയും ഒരാശാൻ വാങ്ങിപ്പിടിച്ചു. അപ്പോഴത്തേക്കും തള്ളപ്പട്ടി ഓടി വന്ന് കാവലിൽ നിന്ന് മക്കളെന്തെങ്കിലും കഴിക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഇവർ തള്ളയോട് എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം തള്ളയെ ഒന്ന് കറക്കാൻ ശ്രമിച്ച സമയത്ത് തള്ള ഓടിപ്പോയി. പാവം അതിൻ്റെ വയറ്റിലൊന്നും കാണില്ലല്ലോ, അത് ഓടിപ്പോയി. പിന്നെ ഇവരിങ്ങനെ തള്ളയെ നോക്കി കിടക്കുമ്പോൾ ഞാൻ ഒരു ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവർക്ക് കൊണ്ട് കൊടുത്തു. വേറൊന്നും കിട്ടിയില്ല, ലേസേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഒരാൾ വന്നു, രണ്ടാൾ വന്നു, മടിച്ച് ഇന്ന് എല്ലാവരും വന്നു. അങ്ങനെ ഓരോ നന്നായിട്ട് വയറ നിറയെ അവരങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയായി, ഗുസ്തിയായി, കരാട്ടയായി, ജൂഡോയായി, ഒരു ബഹളം തന്നെയായിരുന്നു അവിടെ. അപ്പോൾ വിശന്ന് തളർന്ന തള്ളപ്പട്ടി അപ്പോഴേക്കും കടപ്പുറം എല്ലാം കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്തി. മാറിടം മണം പിടിച്ചു വന്ന കുട്ടികൾക്ക് അവസരം കൊടുക്കാതെ തള്ളപ്പട്ടി കുറച്ചു നേരം മണലിൽ കിടന്ന് മക്കളെയൊക്കെ ഒന്ന് നോക്കിക്കണ്ട് വിശ്രമിച്ചതിന് ശേഷം ആരോ കൊണ്ടുപോകുന്ന ഒരു പൊതി കണ്ടുകൊണ്ട് അങ്ങോട്ട് അവരുടെ പിറകെ വാലാട്ടി ഓടിപ്പോയ അമ്മയെ കുറേ നേരം നോക്കിയിട്ട് തളർന്ന അവർ ആ മണ്ണിൽ അങ്ങ് ക്ഷീണിച്ച് കിടപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കമായി. വില കൂടിയ പെഡിഗ്രിയും ചിക്കൻ ബിരിയാണിയും സ്പായും AC ഒന്നുമില്ലെങ്കിൽ എന്ത്, അവർക്ക് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതല്ലേ ഒരു മൃഗത്തിനായാലും മനുഷ്യനായാലും ഒരു ജീവന് ഏറ്റവും വേണ്ടത് സ്വാതന്ത്ര്യം.